വെൽക്കം ടു സയൻസ് ടോക്സ്. സോ നമ്മൾ സെറ്റ് എക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അധികം സമയമില്ല, 1 മന്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് എക്സാമിങ് വരികയാണ്. അപ്പോൾ എല്ലാ പോർഷനും പെട്ടെന്ന് ഇപ്പോൾ അടുത്ത് പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർക്കാണെങ്കിൽ തന്നെ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റില്ല. സോ അതിൽ നിന്ന് ചൂസ് ചെയ്ത ചില റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് കുറച്ച് സമയം കൊണ്ട് എങ്ങനെ കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ ക്ലാസ്സും ഇടുന്നത്. അപ്പം ഇന്ന് ഞാൻ സെലക്ട് ചെയ്തത് ടെറിഡോളജിയിൽ വരുന്ന, അതായത് ടെറിഡോഫൈറ്റ്സിലെ ക്ലാസിഫിക്കേഷൻ ആ ഒരു സെറ്റ് എക്സാമിൻ്റെ മൊഡ്യൂളിൽ മെയിനായിട്ട് 5 ക്ലാസിഫിക്കേഷൻ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് ഉള്ളത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും പോർഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഈ ടെറിഡോഫൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ സൈലോപ്സിഡ, സൈലോടോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ, ടീറോപ്സിഡ ഈ 5 കോമൺ ക്യാരക്ടേഴ്സും അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസും ആ എക്സാമ്പിൾസിൻ്റെ കോമൺ നെയിംസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ബ്രയോഫൈറ്റ്സിൻ്റെ കോമൺ നെയിംസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെറിഡോഫൈറ്റ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എക്സാമ്പിൾസിൻ്റെ കോമൺ നെയിംസും കൂടി ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈലോപ്സിഡയാണ്. സോ സൈലോപ്സിഡയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പം ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഓൾഡർ ആയിട്ടുള്ള, ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൈലോപ്സിഡയാണ്. പ്രിമിറ്റീവ് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ്സ് ആണ്. വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ? അതായത് വാസ്കുലാർ ക്രിപ്റ്റോഗ്രാംസ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ടെറിഡോഫൈറ്റ് എന്ന് പറയുന്നത്. സൈലോം, ഫ്ലോയും അങ്ങനെയുള്ള വാസ്കുലാർ സിസ്റ്റം ഒക്കെ കാണുന്ന ആ ഒരു ഗ്രൂപ്പ്. ആൽഗയിലും ബ്രയോഫൈറ്റിലും ഒന്നും വാസ്കുലാർ സിസ്റ്റം ഇല്ല. ഫസ്റ്റ് വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെറിഡോഫൈറ്റ്സ് ആണ്. ഓക്കെ, അതിൽ പ്രിമിറ്റീവ്, ആ ടെറിഡോഫൈറ്റിൽ ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിച്ച ആളാണ് സൈലോപ്സിഡ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് ഈ ഒരു സൈലോപ്സിഡയുടെ ക്യാരക്ടേഴ്സ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രൂ റൂട്ടാണ്. അവർക്ക് ട്രൂ ആയിട്ടുള്ള ഒരു റൂട്ട് ഇല്ല. അതിന് പകരം അവർക്കുള്ളത് റൈസോം ആണ്. ഈ ഒരു റൈസോം എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ഹെയറി ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ പ്രസന്റ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് ഈ ഒരു റൈസോം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റൈസോംസിൽ സൈലോപ്സിഡയിൽ റൈസോയിഡ്സ് കാണുന്നുണ്ട്. റൈസോയിഡ്സ് എന്ന് പറയുമ്പം ഈ റൈസോമിൽ കാണുന്ന ആ ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ എന്തിനു വേണ്ടിയായിരിക്കും? നമ്മളെ റൂട്ടിൽ റൂട്ട് ഹെയർസ് പ്രസന്റ് ആയിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ റൂട്ടിൽ പോലെയുള്ള ആ ഒരു റൈസോമിൽ കാണുന്ന പോർഷനാണ് റൈസോയിഡ്സ്. ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ്. നമ്മൾ സൈലോപ്സിഡ എന്ന് പറയുമ്പം ഏറ്റവും പെട്ടെന്ന് നമ്മൾ മനസ്സിൽ വരുന്ന ആ ഒരു എക്സാമ്പിൾ സൈലോട്ടമാണ്. ഈ ഒരു ഫിഗറിൽ കാണുന്ന സൈലോട്ടം, അതിൽ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ് ഉള്ളത്. എന്താണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ? അതായത് ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ നിന്ന് 2 ബ്രാഞ്ച് ഉണ്ടാകുന്നു, ആ ബ്രാഞ്ചിൽ നിന്ന് പിന്നെയും 2 ബ്രാഞ്ച്, അതാണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് സൈലോപ്സിഡയിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് ലീഫ് ആബ്സെൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലീഫ് ആബ്സെൻ്റ് ആണ്. അതിന് പകരം സ്കെയിലി അപ്പൻഡേജസ് ആണ്. സ്കെയിലി എന്ന് പറയുമ്പോൾ സ്മോൾ ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, സ്കെയിലി അപ്പൻഡേജസ് ആയിരിക്കും മെയിൻലി കാണുന്നത്. ഓക്കെ, സ്കെയിലി അപ്പൻഡേജസ്. മെസിപ്റ്ററിസിൻ്റെ അകത്തെല്ലാം ചെറിയ രീതിയിൽ ലീഫൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ മെയിൻലി ലീഫ് ആബ്സെൻ്റ് ആണ്. പിന്നുള്ളത് വാസ്കുലാർ സിസ്റ്റം ആണ്. ഓക്കെ, വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുമ്പം ഈ ഒരു സൈലോപ്സിഡയിൽ സിമ്പിളാണ്. ഓക്കെ, ഏറ്റവും പ്രിമിറ്റീവ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു സൈലോപ്സിഡയിൽ കാണുന്ന വാസ്കുലാർ സിസ്റ്റം സിമ്പിളാണ്. വിത്ത് പ്രോട്ടോസ്റ്റീലാണ് ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, പ്രോട്ടോസ്റ്റീൽ. അപ്പോൾ എന്താണ് പ്രോട്ടോസ്റ്റീൽ? അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പറയാം. പ്രോട്ടോസ്റ്റീൽ എന്ന് വെച്ചാൽ ഏറ്റവും പ്രിമിറ്റീവ്, സ്റ്റീലിൻ്റെ അകത്ത് തന്നെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോമാണ് പ്രോട്ടോസ്റ്റീൽ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നടുക്ക് സെൻട്രലി ഒരു സൈലം ഉണ്ടായിരിക്കും, സ്മോൾ സൈലം. അതിനെ സറൗണ്ട് ചെയ്തിട്ടായിരിക്കും ഫ്ലോയം. ഓക്കെ, സെൻട്രലി ഒരു സൈലം ഉണ്ടായിരിക്കും, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഫ്ലോയം ഉണ്ടായിരിക്കും. സൈലമാണ് വാട്ടർ കണ്ടക്ഷൻ, ഫ്ലോയാണ് ഫുഡ് കണ്ടക്ഷൻ. അതാണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്പൊറാഞ്ചിയ. അവരുടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരുടെ ഇലയിലൊക്കെ, ഇതിൽ നമ്മൾ സൈലോട്ടം പറയുമ്പം അതിന് ഈ ഒരു ലോബ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കും, ഒരു നെല്ലിക്കയില്ലേ, ആ ഒരു നെല്ലിക്ക പോലെയൊക്കെ ആയിരിക്കും നമ്മളുടെ സൈലോട്ടത്തിലുള്ള സ്പൊറാഞ്ചിയ. ഓരോ
എന്താ യെല്ലോ കളറിൽ കാണുന്നതൊക്കെ ഓരോ സ്പൊറാഞ്ചിയാണ്. ആ ഓരോ സ്പൊറാഞ്ചിയിൽ ടെട്ര 3 ലോക്യൂളുള്ള ആളായിരിക്കും കേട്ടോ. സൈലോട്ടത്തിൽ 3 ലോക്യൂളിലും സ്പോർസ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്പോർസ് കാണുന്നുണ്ട്. അവ ഏരിയൽ ഷൂട്ടിലാണ് കാണുന്നത്. സ്റ്റെമ്മിൽ ഒന്നുകിൽ ടെർമിനലി ടിപ്പിലും കാണാം, അല്ലെങ്കിൽ ലാറ്ററലി ഇവിടെ സൈഡിലായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ ടെർമിനലായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതാണ് സ്പൊറാഞ്ചിയ. ദെൻ നെക്സ്റ്റ് വൺ, ഇത് ഹോമോസ്പോറസ് ആണ്. സൈലോപ്സിഡ്. ഇത് എല്ലാ ക്ലാസ്സിലും ഓർമ്മിക്കണം കേട്ടോ. ഏതാണ് ഹോമോസ്പോറസ്, ഏതാണ് ഹെട്രോസ്പോറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോസ്പോറസ് എന്ന് പറയുന്നത് എന്താ, സെയിം ടൈപ്പ് ഓഫ് സ്പോർസ് ആയിരിക്കും എല്ലാവരുടെയും കാണുന്നത്. ഓക്കെ, സോ ഇതിന് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷനിൽ മെയിനായിട്ട് ഗാമറ്റോഫൈറ്റ് ആണ് കാണുന്നത്. അത് സ്മോൾ ആണ്, കളർലെസ് ആയിരിക്കും. ദെൻ ദേ എക്സിബിറ്റ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതായത് സ്പോറോഫൈറ്റും ഗാമറ്റോഫൈറ്റും ഫേസും ഉണ്ടായിരിക്കും. സോ ഇതിന് എക്സാമ്പിൾ ആണ് ഇനി നോക്കേണ്ടത്. സൈലോട്ടം എന്ന് പറയുന്നത്, അതിൻ്റെ കോമൺ നെയിം പഠിച്ചു വെക്കുക, വിസ്ക് ഫേൺ ആണ്. സൈലോപ്സിഡയിൽ വരുന്ന ലിവിങ് ആയിട്ടുള്ളതാണ് കേട്ടോ സൈലോട്ടം. നമ്മൾ സൈലോപ്സിഡിയും നെക്സ്റ്റ് ക്ലാസ്സിൽ സൈലോടോപ്സിഡിയും പഠിക്കുമ്പോൾ രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷേങ്കിൽ ഈ ഒരു സൈലോപ്സിഡയിൽ ലിവിങ് ഫോസിലും ഉണ്ടാകും, ലിവിങ്ങും ഉണ്ടാകും, ഫോസിൽ പ്ലാന്റ്സും ഉണ്ടായിരിക്കും, ടെറിഡോഫൈറ്റ്സും ഉണ്ടായിരിക്കും. പക്ഷേ സൈലോടോപ്സിഡയിൽ ലിവിങ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിനെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ലിവിങ് ആയിട്ടുള്ളതാണ് മെസിറ്ററിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് റൈനിയ. റൈനിയ എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സൈലോപ്സിഡയിലാണ്, അതായത് ഫോസിലാണ്. റൈനിയ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോസിലാണ്. സോ ഇത്രയാണ് സൈലോപ്സിഡയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ആണ് സൈലോടോപ്സിഡ. അതായത് ഞാൻ ഇവിടെ പിക്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം സൈലോടോപ്സിഡയിലും നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ലിവിങ് ആയിട്ട് വരുന്ന സൈലോട്ടോ മെസിറ്ററിസും ആയിരിക്കും. സോ അവർക്കും ഏകദേശം എന്താ സ്ട്രക്ചർ ഒക്കെ സെയിം ആണ് അല്ലേ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ റൂട്ട് ഇല്ല, അതിന് പകരം അവർക്ക് റൂട്ടും ഇല്ല, അവർ സീഡ്ലെസ് ആണ്, സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല, സ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. റൈസോം പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, റൂട്ട് ഇല്ലാത്തതിന് പകരം റൈസോം പ്രസന്റ് ആണ്. പിന്നെ ഉള്ളത് വിസ്ക് ലൈക്ക് സ്റ്റെം. അതായത് വിസ്ക് ലൈക്ക് സ്റ്റെം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലോട്ടം അറിയില്ലേ, സൈലോട്ടത്തിലെ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ്. ഈ ഒരു ബ്രാഞ്ചിൽ തന്നെ ചെറിയ ചെറിയ ഇനീഷ്യൻസ്, ചെറിയ ചെറിയ പ്രൊട്യൂഷൻസ് ഉണ്ടായിരിക്കും. അതിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ ഒരു സ്പൊറാഞ്ചിയ ഒക്കെ പ്രസന്റ് ആയിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ ചെറിയൊരു ഇനീഷ്യൻസ് അവിടെ ഇവിടെ കാണുന്നത് കൊണ്ടാണ് അതിനെ വിസ്ക് ലൈക്ക് സ്റ്റെം എന്ന് പറയുന്നത്. സ്കെയിൽഡ് ലീഫാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനെ മെയിൻലി ഇനേഷ്യൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞല്ലോ സ്കെയിൽഡ് ലീഫാണ്, അവിടെ ലീഫ് അല്ല, റിഡ്യൂസ്ഡ് സ്കെയിലി ലീവ്സ് ആണ്, അതിന് ഇനേഷ്യൻസ് എന്നാണ് പറയുന്നത്. പ്രോട്ടോസ്റ്റീലിക് ആണെന്ന് പറഞ്ഞു. സ്പൊറാഞ്ചിയ, ഹോമോസ്പോറസ്, എല്ലാ ക്യാരക്ടേഴ്സ് ഒക്കെ സൈലോടോപ്സിഡയുടെയും സൈലോപ്സിഡയുടെയും ആക്ച്വലി സെയിം ആണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ, സൈലോടോപ്സിഡയിൽ ലിവിങ് ക്ലാസ്സസ് മാത്രമേ പറയുള്ളൂ, അതായത് സൈലോട്ടം മെസിറ്ററിസ് ഒക്കെ അത് പണ്ടത്തെ ക്ലാസിഫിക്കേഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു സൈലോപ്സിഡ എന്ന് പറയുന്നത് ഒരു ബ്രോഡർ ടേം ആണ്, പുതിയൊരു ക്ലാസ് ആണ്. അതിൽ സൈലോടോപ്സിഡയിൽ വരുന്ന ലിവിങ്ങും ഉണ്ടായിരിക്കും, എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്പീഷീസും ഉണ്ടായിരിക്കും. ഒരു ബ്രോഡർ കൺസെപ്റ്റ് ആണ് സൈലോപ്സിഡ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലൈക്കോപ്സിഡ. ലൈക്കോപ്സിഡ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കേണ്ട, അതായത് അറിഞ്ഞിരിക്കേണ്ട 2 പേരാണ് ക്ലബ് മോസും സ്പൈക്ക് മോസും. സോ ക്ലബ് മോസ് എന്ന് പറയുന്നത് ലൈക്കോപോഡിയാണ് കേട്ടോ. ലൈക്കോപോഡിയാണ് ഈ ഒരു ലൈക്കോപ്സിഡയ്ക്ക് എക്സാമ്പിൾ. ഈസി അല്ലേ, ലൈക്കോ എന്ന് പറയുന്ന പേരും ലൈക്കോപോഡിയം. ലൈക്കോപോഡിയത്തെ കോമൺ നെയിമാണ് ക്ലബ് മോസ്. സെലാജിനെല്ല, സ്പൈക്ക് മോസ്. ഇതാണ് സെലാജിനെല്ല. നമ്മൾ വീട്ടിലൊക്കെ കാണുന്നതാണ്, ഓണത്തിന് ശിവോതി എന്നൊക്കെ പറയുന്ന സാധനം വെക്കില്ലേ ഓണപ്പൂക്കളിടുമ്പോൾ, അതാണ് സെലാജിനെല്ല എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ലൈക്കോപോഡിയാണ്, ക്ലബ് മോസ് എന്ന് പറയും. ഇത് സ്പൈക്ക് മോസ്. ഇനി എന്താണ് ബാക്കിയുള്ളത് അപേക്ഷിച്ച് ഇതിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഫസ്റ്റ് വൺ മൈക്രോഫിൽസ് ആണ്. അവർക്ക് മറ്റേത് നമ്മൾ ആദ്യം പ്രിമിറ്റീവ് ആയിട്ടുള്ളത് സൈലോടോപ്സിഡിയം സൈലോപ്സിഡിയം പഠിച്ചപ്പോൾ അവയ്ക്ക് ലീഫ് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ലീഫ് ഉണ്ട്, മൈക്രോഫിൽസ് ആണ്. സ്മോൾ ആയിട്ടുള്ള സിമ്പിൾ ലീവ്സ് പ്രസന്റ് ആണ്. ഓക്കെ, അവയ്ക്ക് ബ്രാഞ്ചഡ് വെയിൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ഒന്നാമത്തെ വ്യത്യാസം ആദ്യത്തെ 2 നിന്ന് വരുന്നത്. ഇവയ്ക്ക് ലീഫ് പ്രസന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ്. പറഞ്ഞതുപോലെ തന്നെ രണ്ടിനും ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ്.
പിന്നെ നമ്മൾ പറഞ്ഞു മറ്റേതിൽ സ്പൊറാഞ്ചിയാണ് പ്രസന്റ് ആണ്. പക്ഷെ ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത് സ്ട്രോബൈലി അല്ലെങ്കിൽ കോൺ ആണ്. ഇതിവിടെ ക്ലിയർലി വിസിബിൾ ആണ്. ഇതാണ് കോൺ, ഇതാണ് അവയുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു കോണിനെ നമ്മൾ സ്ട്രോബൈലി എന്നും പറയും. ഈ കോണിന്റെ ഉള്ളിലാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്പോർസിൽ കോണ് അതിൻ്റെതായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് റൈസോംസ് പ്രസന്റ് ആണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനൊക്കെ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് സൈലോടോപ്സിഡയിൽ ഹോമോസ്പോറസ് ആണെന്നാണ്. പക്ഷേ ലൈക്കോപ്സിഡയിൽ ഹോമോസ്പോറസും ആകാം ഹെട്രോസ്പോറസും ആകാം. അതായത് ചില പ്ലാന്റിലാണെങ്കിൽ ഒരു ടൈപ്പ് സ്പോറേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ ചില പ്ലാന്റിൽ 2 ടൈപ്പ് സ്പോറും ഉണ്ടായിരിക്കും. മെഗാസ്പോറും ഉണ്ടായിരിക്കും, മൈക്രോസ്പോർസും ഉണ്ടായിരിക്കും. പ്ലാന്റ് ബോഡി വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. അതായത് ഇവയ്ക്ക് ശരിക്കായിട്ടുള്ള റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്നാണ് ആ ഒരു ഡിഫറൻഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 2 എക്സാമ്പിളും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ സ്പീനോപ്സിറ. സ്പീനോപ്സിറ എന്ന് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇക്വിസീറ്റ് ആണ്. ഇക്വിസീറ്റ് എന്ന് പറയുന്നത് മുള പോലെയാണ് കാണാനുണ്ടായിരിക്കുക. ഓക്കെ, ഇക്വിസീറ്റത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ജോയിൻറ്റഡ് സ്റ്റെം ആണ്. സ്റ്റെം ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്റ്റിങ്ക്റ്റ് നോഡ്സ് ആൻഡ് ഇന്റർനോഡ്സ്. ഓക്കെ, സ്പീനോപ്സിഡയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോഡും ഇന്റർനോഡ്സും പ്രസന്റ് ആണ്. മുളയിൽ ഇവിടെ കണ്ടോ നോഡ്സ് ഇന്റർനോഡ്സ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ട്രക്ചർ, അതാണ് സ്റ്റെം ജോയിൻഡ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ ഉള്ളത് ലീവ്സ് കാണുന്നുണ്ട്. ആദ്യത്തേതിൽ എന്താണ് സിമ്പിൾ ലീവ്സ് ആണ്. ഇതിൽ വേൾഡ് ഫിലോടാക്സിയാണ് കാണുന്നത്. വേൾഡ് ലീവ്സ് ആണ്. ലീവ്സ് സ്മോൾ സ്കെയിലേക്കാണ് വേൾഡ്സ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഇതൊരു സ്റ്റെം ആണെങ്കിൽ ഇവിടെ ഒരു ലീഫ് ചുറ്റും ഇങ്ങനെ വേൾഡ്സ് ആയിട്ടായിരിക്കും സ്കെയിലി ആയിട്ടുള്ള ലീവ്സ് കാണുന്നത്. നെക്സ്റ്റ് സ്ട്രോബൈലി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ആദ്യത്തേതിൽ ഉള്ളത് പോലെ തന്നെ. പക്ഷെ ഇതിൽ ഏത് മാത്രമേ കാണുന്നുള്ളൂ? ഹോമോസ്പോറസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നമ്മൾ രണ്ടും ഉള്ളത് പഠിച്ചു. അടുത്ത കഴിഞ്ഞതിൽ ഹോമോസ്പോറസ് മാത്രമാണ് ഈ ഒരു സ്പിനോസിറിൽ കാണുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലിവിങ് ജീനസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഇക്വിസീറ്റം ആണ്. സോ ദ ലാസ്റ്റ് വൺ ഈസ് ടീറോപ്സിഡ. നമ്മൾ ഫേൺ എന്നൊക്കെ പറയില്ലേ, വീട്ടിലും ഒക്കെ കാണുന്ന നമ്മൾ ഫേൺ എന്നൊക്കെ പറയുന്ന ആ ഒരു നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ വെച്ച് ഒരു എന്താ ടാറ്റു അടിച്ചു എന്നൊക്കെ പറഞ്ഞ് വൈറ്റ് കളറിൽ കാണുന്നില്ലേ, അവയാണ് നമ്മൾ ടീറോപ്സിഡയിൽ വരുന്നത്. ടീറോപ്സിഡാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ടെറിഡോഫൈറ്റ്സിൽ വരുന്ന ഗ്രൂപ്പ്. അപ്പോൾ ടീറോപ്സിഡയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. അത് എല്ലാത്തിനേക്കാളും വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. സ്റ്റെമ്മ്, റൂട്ട്, ലീവ്സ് ഒക്കെ. ഇവയ്ക്ക് മെഗാഫിൽസ് ആണ്. ബാക്കി രണ്ടെണ്ണത്തിലും മൈക്രോഫിൽസ് ആണ്. ഓക്കെ, ഒന്നിൽ ലീഫ്, ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ലീഫ് ഇല്ല, പിന്നീടുള്ള രണ്ടെണ്ണത്തിൽ ചെറിയ സ്കെയിലി ലീവ്സ് ആണ്. ഇതിൽ മെഗാഫിൽസ് ആണ്. ലാർജ് കോംപ്ലക്സ് ആയിട്ടുള്ള ലീഫ് ആയിരിക്കും കാണുന്നുണ്ട്. സ്പൈറലി അറേഞ്ച്ഡ് ആയിരിക്കും ലീവ്സ്. റൈസോംസ് പ്രസന്റ് ആണ് കേട്ടോ, ചിലതിൽ പ്രസന്റ് ആണ് റൈസോംസ്. പിന്നെ ഇതിലാണ് വാസ്കുലർ സിസ്റ്റം, സൈലവും ഫ്ലോയും ഒക്കെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഉള്ളത്. ബാക്കിയൊക്കെ പ്രോട്ടോസ്റ്റീലിക്കൊക്കെയാണ് പറഞ്ഞത്. സോ രണ്ടിലും ഹോമോസ്പോറസും കാണുന്നുണ്ട്, ഹെട്രോസ്പോറസും കാണുന്നുണ്ട്. ഇനി സ്പോർസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് ആദ്യത്തെ പിക്ചറിൽ നോക്കിയാൽ കാണാം, ഇവിടെ കണ്ട കുറേ ആ ഒരു റൗണ്ട് പോർഷൻ, അതിനാണ് നമ്മൾ സോറൈ എന്ന് പറയുന്നത്. ഈ ഒരു സോറൈ എന്ന് പറയുന്നത് കുറേ സ്പോർസിൻ്റെ ഒരു ക്ലസ്റ്റർ ആണ് സോറൈ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നുകിൽ ഇവിടെ ആകാം, അല്ലെങ്കിൽ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു ടെർമിനൽ പോർഷനിലൊക്കെ ഈ ഒരു സോറൈ കാണാം. സോറയിലാണ് നമ്മുടെ സ്പോർസ് ടീറോപ്സിറിൽ കാണുന്നത്. ഓക്കെ, ഇനി ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. വെൽ ഡിഫറൻഷിയേറ്റഡ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റും കാണുന്നുണ്ട്. ഇനി ഈ ഒരു റിപ്രൊഡക്ഷൻ്റെ സമയത്ത് ആന്ത്രോസോയിഡ്സ് ഉണ്ടാക്കും അല്ലേ, മെയിലായിട്ടുള്ള മെയിൽ ആന്ത്രോസോയിഡ്സ് ഉണ്ടാക്കും. അവ മൾട്ടി ഫ്ലജലേറ്റഡ് ആണ്. അവ ഒന്നിൽ കൂടുതൽ ഫ്ലജൽ ഉള്ളതാണ്. അത് വെള്ളത്തിലൂടെ ആ ഒരു വാട്ടറിലൂടെ നിന്നിട്ടാണ് ആ ഒരു റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളും കൂടി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ടെറിസ്. ഈ ഒരു ടെറിസ്, ആദ്യത്തെ പിക്ചർ ഇതാണ് ടെറിസ് എന്ന് പറയുന്നത്. ടെറിസിന് കുറേ കോമൺ നെയിംസ് ഉണ്ട്. സിൽവർ ടേബിൾ ഫേൺ, ക്രെറ്റൻ ബ്രേക്ക് ഫേൺ, ഡിഷ് ഫേൺ, അല്ലെങ്കിൽ സിംപ്ലി ടേബിൾ ഫേൺ എന്നും നമുക്ക് ടെറിസിനെ വിളിക്കാം. നെക്സ്റ്റ് വൺ ആണ് ഡ്രയോപ്റ്ററിസ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. അതിനെ വുഡ് ഫേൺ, മെയിൽ ഫേൺ, ബക്കർ ഫേൺ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അതിന് കുറച്ചും കൂടി ലാർജർ ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് വൺ
അഡിയാൻറ്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മെയ്ഡൻ ഹെയർ ഫേൺ ആണ് ഇതിനെ വിളിക്കുന്നത്. ഇതും നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഒരു തരത്തിലുള്ള ടിറോപ്സിഡാണ്. സോ ഇത്രയാണ് ടെറിഡോഫൈറ്റിൽ വരുന്ന 4 ക്ലാസ്സും അതിന് നാലല്ല 5 ക്ലാസ് അതിനെല്ലാം കമ്പയർ ചെയ്തിട്ട് എന്താണ് വ്യത്യാസം, ചെറുതിൽ നിന്ന് ഒരു അഡ്വാൻസ്ഡ് ആകുമ്പോൾ എന്താണ് വ്യത്യാസം, ഓരോന്നിലും റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ കോമൺ നെയിമും പക്കയായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ 1, 2, 3 ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും. So thank you.